നമസ്കാരം. കൊച്ചിയിലെ ഷോപ്പിംഗ് മാളിനെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. കൊച്ചിയിലെ ആദ്യത്തെ ഷോപ്പിംഗ് മാൾ ബേപ്രൈഡ് മാളാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ മറൈൻ ഡ്രൈവിലാണ്. മറൈൻ ഡ്രൈവിലെ GCD ഷോപ്പിംഗ് കോംപ്ലക്സിനോടൊക്കെ അനുബന്ധമായിട്ട് തന്നെയാണ് ബേപ്രൈഡ് മാൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 42,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ടോട്ടൽ റീറ്റെയിൽ സ്പേസ് ഏരിയ. 2 ഫ്ലോറുകളായിട്ടാണ് ബേപ്രൈഡ് മാൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് ഒബ്രോൺ മാളാണ്. 2009 ഒബ്രോൺ മാൾ ലോഞ്ച് ചെയ്തത്. കൊച്ചിയിലെ ആദ്യത്തെ കംപ്ലീറ്റ് മോൾ എന്ന് വേണമെങ്കിൽ ഒബ്രോൺ മാളിനെ വിശേഷിപ്പിക്കാം. ഏകദേശം 3,50,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ബിൽറ്റിൻ ഏരിയ. അതുപോലെ 1200 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസുമുണ്ട്. PVR സിനിമാസ് ആണ് ഇവിടെ സ്ക്രീനുകൾ കൈകാര്യം ചെയ്തത്. ഏകദേശം 5 ഫ്ലോറുകളായിട്ടാണ് ഒബ്രോൺ മാൾ സ്ഥിതി ചെയ്യുന്നത്. ഇടപ്പള്ളിയിൽ നിന്ന് വൈറ്റിലേക്ക് പോകുന്ന വഴി ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒബ്രോൺ മാൾ സ്ഥിതി ചെയ്യുന്നത്. അടുത്തതാണ് അബാദ് ന്യൂക്ലിയസ് മാൾ. നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് കുറച്ച് ഒഴിഞ്ഞ് മരടിൽ നിന്നും തൃപ്പൂണിത്തുറയ്ക്ക് പോകുന്ന വഴി റൈറ്റ് സൈഡിലാണ് അബാദ് ന്യൂക്ലിയസ് മാൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1,25,000 സ്ക്വയർ ഫീറ്റാണ് ഇതിന്റെ റീറ്റെയിൽ സ്പേസ് ഏരിയ. ടോട്ടൽ ബിൽറ്റിൻ ഏരിയ 2,30,000 സ്ക്വയർ ഫീറ്റാണ്. ഗ്രൗണ്ട് ഫ്ലോർ കൂടാതെ 3 നിലകൾ കൂടി ന്യൂക്ലിയസ് മാളിലുണ്ട്. അടുത്താണ് ഗോൾഡ് സൂക്ക് ഗ്രാൻഡ്. ഗോൾഡ് സൂക്ക് മാൾ എന്ന് പറയുന്നത് 2011 ലോഞ്ച് ചെയ്തത്. എനിക്ക് വ്യക്തിപരമായിട്ട് ഒരുപാട് ഓർമ്മകളുള്ള മോളാണ്. അവിടുത്തെ ക്യൂ സിനിമാസിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ കണ്ടിരിക്കുന്നത്. ആ സമയത്ത് കൊച്ചിയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് തിയേറ്റർ ഫെസിലിറ്റി ആയിരുന്നു ക്യൂ സിനിമാസിലുണ്ട്. 6 നിലകളാണ് ഗോൾഡ് സൂക്ക് മാളിൽ ഉണ്ടായിരുന്നത്. 1200 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഉണ്ടായിരുന്നു. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആയിരുന്നു ഇതിന്റെ ടോട്ടൽ ബിൽറ്റിൻ ഏരിയ. ദൗർഭാഗ്യവശാൽ ഗോൾഡ് സൂക്ക് മാൾ പൂട്ടിയിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ഒരുപാട് ഓർമ്മകളുമായിട്ട് വൈറ്റിലെ ചളിക്കപ്പെട്ട ഗോൾഡ് സൂക്ക് മാൾ നിലനിൽക്കുന്നുണ്ട്. ഏതോ ഒരു ഫുഡ് ഔട്ട്ലെറ്റ് മാത്രമാണ് ഇപ്പോൾ ഗോൾഡ് സൂക്ക് മാളിലുള്ളത്. അടുത്തതാണ് ലുലു മാൾ. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഒക്കെ തന്നെ ഏറ്റവും വലിയ മാളുകളിൽ ഒരെണ്ണമാണ് ലുലു മാൾ. ലുലു മോളും അതിൻ്റെ അനുബന്ധ ഏരിയ നിൽക്കുന്നത് ഏകദേശം 17 ഏക്കറിലാണ്. ഇടപ്പള്ളിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 18,50,000 സ്ക്വയർ ഫീറ്റാണ് ഇതിൻ്റെ ടോട്ടൽ ബിൽറ്റിൻ സ്പേസ്. 7 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ ടോട്ടൽ റീറ്റെയിൽ സ്പേസ് ഏരിയ. ഇതിനോട് ചേർന്ന് ഈ പറഞ്ഞ 18,50,000 സ്ക്വയർ ഫീറ്റിൽ വരുന്നത് ഇതിൻ്റെ അനുബന്ധ ഏരിയ എന്ന് പറയും മോളിനോട് ചേർന്ന് തന്നെയാണ് ലുലുവിൻ്റെ തന്നെ ഉടമസ്ഥയിലുള്ള മാരിറ്റ് ഹോട്ടലും സ്ഥിതി ചെയ്യുന്നത്. PVR സിനിമയുടെ 9 സ്ക്രീനുകളാണ് ലുലുവിലുള്ളത്. അതുപോലെ 3000 കാറുകൾക്ക് പാർക്കിങ്ങിനുള്ള സ്പേസും ഇവിടെ അവൈലബിൾ ആണ്. 2013 തന്നെ ഉണ്ടായ അടുത്ത മാളാണ് സെൻട്രൽ സ്ക്വയർ മാൾ. കൊച്ചിയിലെ ഏറ്റവും ഹാപ്പനിങ് ആയിട്ടുള്ള സ്പേസ് ആയിരുന്നു ഒരു സമയത്ത് MG റോഡ്. MG റോഡിലാണ് സെൻട്രൽ സ്ക്വയർ മാൾ ഉള്ളത്. 2013 ഇത് ലോഞ്ച് ചെയ്തത്. 6,30,000 സ്ക്വയർ ഫീറ്റിലാണ് ഇതിന്റെ ടോട്ടൽ ബിൽറ്റിൻ ഏരിയ. അതിൽ 5 ലക്ഷത്തോളം സ്ക്വയർ ഫീറ്റിൽ ഇതിന്റെ ടോട്ടൽ റീറ്റെയിൽ സ്പേസും ഉണ്ട്. സിനിപോളിസ് ആണ് ഇവിടെ സ്ക്രീനുകൾ കൈകാര്യം ചെയ്യുന്നത്. അടുത്തതാണ് കൊച്ചിയിലെ ഏറ്റവും പുതിയ മാൾ. ഇതാണ് ഫോറം മാൾ. ഫോറം മാൾ എന്ന് പറയുന്നത് ബാംഗ്ലൂരിലൊക്കെയുള്ള ഫോറം മാളിന്റെ അതേ ഗ്രൂപ്പ് തന്നെയാണ്. ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സായ പ്രസ്റ്റീജ് ഗ്രൂപ്പാണ്. പ്രസ്റ്റീജും തോംസൺ ഗ്രൂപ്പും തമ്മിലുള്ള ജോയിന്റ് വെഞ്ചർ ആണ് ഇതെന്നും പറയുന്നുണ്ട്. ഏകദേശം 10,60,000 സ്ക്വയർ ഫീറ്റിലാണ് ടോട്ടൽ ബിൽറ്റിൻ ഏരിയ. ഇതിനോട് കൂടി തന്നെ ഒരു ഹോട്ടലുമുണ്ട്. ഏകദേശം 6,47,000 സ്ക്വയർ ഫീറ്റിലുള്ള റീറ്റെയിൽ സ്പേസ് ഏരിയ ഫോറം മാളിലുണ്ട്. PVRന്റെ സിനിമാ സ്ക്രീനുകളാണ് ഫോറം മാളിലുള്ളത്. നിലവിൽ 7 മോളുകളാണ് കൊച്ചിയിലുള്ളത്. ടെക്കികളെയൊക്കെ ലക്ഷ്യമാക്കി കാക്കനാടും പുതിയ മോൾ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.